ഇങ്ങനെ ഒരു യുദ്ധത്തിന്റെ ഒരു തുടക്കമുണ്ടാകുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് സംഭവിക്കണമല്ലോ. ലാ തസാലു ഇസാബത്തും മിൻ ഉമ്മത്തി യുഖാതിലൂന അലാ അബ്വാബി ദമശ്ക് وما حولها وعلى أبواب بيت المقدس وما حولها لا يضرهم خذلان من خذلهم ظاهرين على الحق إلى يوم القيامة. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൽ നിന്നൊരു വിഭാഗം ഉദിച്ചു വന്നുകൊണ്ടേയിരിക്കും, ഉണർന്നുകൊണ്ടിരിക്കും, വളർന്നുകൊണ്ടിരിക്കും. എന്റെ ഉമ്മത്തിന്റെ ഒരു വിഭാഗം ഡമാസ്കസിന്റെ ഓരോ മേഖലകളിൽ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ബൈത്തുൽ മുഖദ്ദസിന് വേണ്ടി അതിന്റെ ഓരങ്ങളിൽ ഓരോ ഭാഗങ്ങളിൽ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ലാ യളുറുഹും ഖിദ്ലാനു മൻ ഖദലഹും, ആരെല്ലാം അവരെ തളർത്താനും തകർക്കാനും ശ്രമിച്ചാലും അതെല്ലാം പുല്ലുവില നൽകിക്കൊണ്ട് അതെല്ലാം വലിച്ചെറിഞ്ഞ് ളാഹിരീന അലൽ ഹഖ്, ഞങ്ങൾ തീവ്രവാദികളും ഭീകരവാദികളുമല്ല, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന വർഗമാണ് എന്ന് മനസ്സിലാക്കി ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അവർ ആ ഖുദ്സിന് വേണ്ടി പോരാടുമെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ പറഞ്ഞ വാക്കാണ്. അപ്പോൾ ഇത് നടന്നുകൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറഞ്ഞു, തഅതീകും ബഅദി അർബഉ ഫിതൻ. ഏ സ്വഹാബത്തെ, ഏ ലോക മുസ്ലിമീങ്ങളെ, എനിക്ക് ശേഷം 4 ഫിത്നകൾ, 4 പ്രശ്നങ്ങൾ ലോകത്തുണ്ടാകും, 4 ഫസാദുകൾ ലോകത്തുണ്ടാകും എന്റെ കാലശേഷം. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഊല, ഒന്നാമത് യുസ്തഹല്ലു ഫീഹാ ദിമാഉ, ജനങ്ങളെ കൊന്നൊടുക്കുന്ന ഒരു കാലം, ഒരു ഫിത്ന ഉണ്ടാകും, ഒരു കാരണവും വേണ്ട. നമ്മൾ ചിന്തിച്ചു നോക്കിക്കോളൂ, ഈ ഹദീസുകൾ പരിശോധിച്ചിട്ട് ഇന്നത്തെ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തി നടക്കുന്നത് ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തെ കുറിച്ചാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്ന് സാധാരണക്കാരായ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പ വഴിയിലൂടെ ഞാനിത് പറഞ്ഞു തരികയാണ്. ഹദീസിന്റെ വീക്ഷണത്തിൽ ഭൗതികമായ ചർച്ചകളോ വാർത്താ മാധ്യമങ്ങളോ ഒന്നും ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നില്ല. അതൊക്കെ നിങ്ങൾ ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഒരുപക്ഷെ ഹദീസുമായി കൂടുതൽ അവഗാഹം നിങ്ങൾക്ക് ഇല്ലാതെ പോയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന 1-2 ഹദീസുകൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്, ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് ശേഷം 4 ഫിത്നകൾ പൊട്ടി പുറപ്പെടും. അതിലൊന്ന് യുസ്തഹല്ലു ഫീഹാ ദിമാഉ എന്ന് പറഞ്ഞാൽ രക്തം ഹലാലാവുന്ന ഒരു സാഹചര്യമായിരിക്കും എന്ന് പറഞ്ഞാൽ വെറുതെ കൊന്നുകളയ. ഇന്നത്തെ സാഹചര്യമാണോ അല്ലയോ എന്ന് മനസ്സിലായിക്കോളെ. വസ്സാനിയ, രണ്ടാമത് യുസ്തഹല്ലു ഫീഹാ ദിമാഉ വൽ അംവാൽ, മനുഷ്യനെ കൊല്ലുക മാത്രമല്ല അവരെ കൊന്നൊടുക്കിയിട്ട് അവരുടെ സമ്പത്ത് കൂടി പിടിച്ചെടുക്കുന്ന ഒരു കാലം, ഒരു ഫിത്ന എനിക്ക് ശേഷം ഉണ്ടാകും സ്വഹാബത്തെ. മൂന്നാമത് വസ്സാലിസതു യുസ്തഹല്ലു ഫീഹാ അദ്ദിമാഉ വൽ അംവാലു വൽ ഫുറൂജു, എന്റെ സമുദായത്തെ കൊന്നൊടുക്കുകയും അവരുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടുകയും അവരുടെ വീടുകളും അവരുടെ ഭവനങ്ങളും സാമ്പത്തിക മേഖലകൾ മുഴുവൻ പിടിച്ചെടുക്കുന്നതിനോടൊപ്പം വൽ ഫുറൂജു, അവരുടെ ഉമ്മമാരെയും പെങ്ങന്മാരെയും പെൺമക്കളെയും മാതാക്കളുടെയും മാനം കവർന്നെടുക്കുന്ന ഒരു കാലം സംജാതമാകും സ്വഹാബത്തെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ, ഇതിപ്പോ ഫലസ്തീനെന്ന് മാത്രം നിങ്ങൾ നോക്കണ്ട, ഇത് നമുക്ക് ഇന്ത്യയിലും ആകാം, ഇത് മണിപ്പൂരിലും ആകാം, ഇത് ഗുജറാത്തിലും ആകാം, ഇത് ഡൽഹിയിലും ആകാം, ഇത് കേരളത്തിലും ആകാം, ഇത് ഉത്തരേന്ത്യയിലും ആകാം, ഇതെല്ലാം ആകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മുടെ സമ്പത്ത് പിടിച്ചെടുക്കും, വീട് പിടിച്ചെടുക്കും, മനുഷ്യനെ കൊല്ലും, ആൺമക്കളെ കൊല്ലും, പെൺമക്കളുടെ മാനം കവർന്നെടുക്കപ്പെടും. അങ്ങനെ ഒരു ഫിത്ന ഫസാദ് ലോകത്തുണ്ടാകാതെ ലോകം അസ്തമിക്കുകയില്ല. എന്റെ കാലശേഷം നിങ്ങൾ പ്രതീക്ഷിച്ചോളി, അത് നിങ്ങൾക്ക് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്താണ്. നാലാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സമ്മാഉ അംയാഉ മുത്ബിഖത്തുൻ തമൂറു മൗറൽ ബഹർ, തമൂറു മൗറൽ മൗജ് ഫിൽ ബഹരി
ഹത്താ ലാ യജിദ അഹദും മിനൻ നാസി മിൻഹാ മൽജഉൻ വതഗ്ശൽ ഇറാഖ തതീഫു ബിശാമി വതുഖ്ബിതൽ ജസീറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാലാമത് കണ്ണും കാതുമില്ലാത്ത യുദ്ധം, അന്ധമായ യുദ്ധം, അട്ടിയട്ടിയായിട്ട് കൊന്നൊടുക്കുന്ന യുദ്ധമായിരിക്കും. ചിന്തിച്ചു നോക്കിയാൽ ഇന്നത്തെ സംഭവമാണോ ഇല്ലയോന്ന്. കണ്ണില്ല, കുഞ്ഞെന്നില്ല, തള്ളയെന്നില്ല, വൃദ്ധനെന്നില്ല, വൃദ്ധകളെന്നില്ല, അന്ധമായ യുദ്ധമായിരിക്കും. ഒരു നീതിയും അവിടെ പുനഃസ്ഥാപിക്കപ്പെടുകയില്ല. അങ്ങനത്തെ ഒരു യുദ്ധമായിരിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടരെ തുടരെ നടന്നുകൊണ്ടേയിരിക്കും. തീർന്നു, വെടിനിർത്തി എന്ന് കരുതും, അഭയാർത്ഥിയിലേക്ക് പോയിക്കോളി എന്ന് പറയും, അങ്ങോട്ടേക്ക് അവരിടും. തുടരെ തുടരെ അട്ടിയട്ടിയായി അവർക്കെതിരെ കൊലവിളി നടന്നുകൊണ്ടേയിരിക്കും. ഹത്താ ലാ യജിദ അഹദും മിനൻ നാസി മിൻഹാ മൽജഉൻ. നിങ്ങൾ ഒരാളുടെ ഭാഗത്തു നിന്നും ആ യുദ്ധമുഖത്ത് പിടഞ്ഞു വീഴുന്ന കുഞ്ഞുമക്കളടക്കം, വൃദ്ധകളടക്കം, വൃദ്ധന്മാരടക്കം, സ്ത്രീകളടക്കം, അഭയാർത്ഥികൾ അടക്കമുള്ളവർ വെള്ളം കിട്ടാതെയും ഭക്ഷണം കിട്ടാതെയും ചികിത്സ കിട്ടാതെയും അവർ നിലവിളിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഒരു സന്തോഷത്തിന്റെ, ഒരു വർത്തമാനത്തിന്റെ ഒരംശമെങ്കിലും മുസ്ലിം ലോകത്തിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. ലോകത്തിന്റെ പ്രവാചകം പ്രഖ്യാപിച്ചത് കൊണ്ടാ ഇന്ന് സൗദിക്കാരനും മിണ്ടാത്തത്, ബഹ്റൈൻകാരനും മിണ്ടാത്തത്, UAE-കാരനും മിണ്ടാത്തത്, കുവൈത്തുകാരനും മിണ്ടാത്തത്, ഇറാൻകാരനും മിണ്ടാത്തത്, ഇറാഖുകാരനും മിണ്ടാത്തത്. മിണ്ടാൻ പറ്റൂല. ജനങ്ങളിൽ നിന്ന്, ഈ അധികാരി വർഗത്തിൽ നിന്ന്, ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് മുസ്ലിമീങ്ങളുടെ നാമധാരികളായി അധികാര കൊതിയിൽ അമർന്ന് ആനന്ദ നൃത്തം ചവിട്ടുന്ന ഈ നാമധാരികളായ മുസ്ലിം ഭരണകൂടങ്ങൾ ഈ യുദ്ധം നിർത്ത് നിർത്ത് എന്ന ഒരു വാക്ക് അവർ പറയുകയില്ല. കേട്ടോ സഹാബത്തെ, നബിയുനാ റസൂലുള്ളാഹി, അള്ളാന്റെ റസൂൽ പറഞ്ഞ വാക്കാണ്. പറയൂല, നിങ്ങൾ പേടിക്കണ്ട, പറയൂല. 11-ാം തീയതി തീരുമാനം വെച്ചിരിക്കും, അപ്പോഴത്തേക്ക് എല്ലാം ഫതഹാവും. 11-ാം തീയതി തീരുമാനത്തേക്ക് നാല് രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ 4 സമുദായത്തിലെ 4 പേര് ഒന്ന് കൈ ഉയർത്തി നിർത്തടാന്ന് പറഞ്ഞാൽ നിർത്തും. പക്ഷെ പറയൂല അവര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലേ, പറയൂല. ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്കാ, ലാ യസ്തതിഉ വഹദും മിനൻ നാസ്. എത്രത്തോളം തുഅറഖുൽ ഉമ്മത്തു അർഖൽ അദീം. ഈ സമുദായത്തെ ഒരു വള്ളി കണ്ടിച്ചു മാറ്റുന്നത് പോലെ അവരുടെ കഴുത്തറുത്ത് കുഞ്ഞുമക്കളടക്കമുള്ളവരെ കഷണങ്ങളാക്കി വെട്ടിമാറ്റപ്പെടുമ്പോഴും ഈ സമുദായം അവിടെ നോക്കിക്കണ്ടിരിക്കും. ലാ യസ്തതിഉ അയ്യഖൂല മഹ്. ഇത് പാടില്ല, നിങ്ങൾ കാണിക്കുന്നത് തെറ്റാണ്, അധർമ്മമാണ് എന്ന് പറയാൻ ഒരു അറബി സമൂഹവും അന്നത്തെ കാലത്ത് ഉണ്ടാവില്ല. ഉണ്ടാകും, അവർ നോക്കുകുത്തികളെ പോലെയായിരിക്കും. അനങ്ങാൻ കഴിയൂല സഹാബത്തെ. ശരിയല്ലേ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്, ലയകൂനന്ന ബിശാമി ഫിത്നത്തുൻ വഅൻതും നാദിമൂൻ അൻ ജൂഇൻ ശദീദിൻ ഫയകൂനു റീഹുൽ ഖുബ്സി അത്യബ മിൻ റീഹിൽ മിസ്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കാലം വരും, അന്ന് ഈ ഷാമിലെ മക്കൾ, അതായത് ഇന്ന് അനുഭവിക്കുന്ന ഈ ഫലസ്തീനിന്റെ മക്കൾ, ഒരു റൊട്ടി കഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ, വിശന്ന് പട്ടിണി കിടന്ന് നിലവിളിക്കുന്ന ഒരു കാലഘട്ടം വരും. ആരെങ്കിലും അയൽ രാജ്യത്തിൽ നിന്ന് വലിച്ചെറിയുന്ന റൊട്ടി കഷണത്തിന്റെ ഒരംശമെങ്ങാനും അവർക്ക് കിട്ടിയാൽ ഫയകൂനു റീഹുൽ ഖുബ്സി അത്യബ മിൻ റീഹിൽ മിസ്ക്. മിസ്കിനേക്കാൾ, കസ്തൂരിയേക്കാൾ അവർക്ക് ആ ഉണങ്ങിയ റൊട്ടി കഷണമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു കാലം വരും. ആ കാലല്ലേ? വെള്ളമുണ്ടോ? വഅൻതും നാദിമൂൻ. നിങ്ങൾ വിഷമിക്കും, അവർ പട്ടിണി കിടക്കുന്നത് കൊണ്ട്. വെള്ളമില്ല, കഴിക്കാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, ഉമ്മമാർക്ക് മുല കൊടുക്കാൻ പാലില്ല. അറബികൾ നോക്കിക്കണ്ട് ആടിനെയും പുഴുങ്ങി ഒട്ടകത്തെയും പുഴുങ്ങി വിശാലമായി അവർ തിന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമുദായത്തിലെ സമൂഹമാണ് കുഞ്ഞുമക്കളടക്കം ബോംബ് പൊട്ടി, കുഞ്ഞുമക്കളടക്കം തലയോട്ടി പൊട്ടി പിളർന്ന്, ഗർഭിണികള്, ഉമ്മമാര്, പെങ്ങന്മാര്, മസ്ജിദുകൾ, മദ്രസകൾ എല്ലാം തകർന്ന് തരിപ്പണമാകുമ്പോ നമ്മുടെ സമുദായം നല്ല ആട് പുഴുങ്ങിയിരുന്ന് കബ്സ അടിക്കുകയാ. നല്ല കബ്സ.
ആടിന്റെ മട്ടന്റെ കബ്സ. ആ സമുദായം തിന്നാനും കുടിക്കാനും വഴിയില്ലാതെ കിടക്കും. നിങ്ങൾ ദുഃഖിക്കുമത്രേ, നിങ്ങൾക്ക് വെള്ളം കിട്ടാതെ നിങ്ങൾ ദുഃഖിക്കുമത്രേ, നിങ്ങൾ വിഷമിച്ച് നിങ്ങൾ ദുഃഖിക്കുമത്രേ. അങ്ങനെ ഒരു കാലഘട്ടം വരും എന്റെ സമുദായത്തിന്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കാണ്. അത് യാഥാർത്ഥ്യമായി പുലരുക തന്നെ ചെയ്യും, ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ചരിത്രത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത ഒന്നുമില്ല. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സഹാബാക്കളുമായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ആ ഷാമിന്റെ ഭാഗത്തേക്ക് കൈ ഉയർത്തിട്ട് പറഞ്ഞു, ഫനഹാഹാ ബിശ്ശാം. ഷാം എന്ന് പറയുന്നതാണ് ഇന്നത്തെ ഫലസ്തീൻ, സിറിയ, ജോർദാൻ, ഈജിപ്റ്റ് അടങ്ങുന്ന ഈ സ്ഥലങ്ങൾ ഇതെല്ലാം ആ ഷാമിൽപ്പെട്ടതാണ്. ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് അദുവുൻ യജ്മഊന ലി അഹ്ലിൽ ഇസ്ലാം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ദേ ആ ഭാഗത്ത് നിന്ന് ഇസ്ലാമിനെ തകർക്കാൻ ഒരു വിഭാഗം തയ്യാറായി നിൽപ്പുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വാക്ക് കേട്ടിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ആ ഷാമിന്റെ ഭാഗത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞ കാര്യമാണ്, ഫലസ്തീന്റെ മക്കളെ നീ സഹായിക്കണേ അല്ലാഹ്, ആ മണ്ണിനെ നീ സഹായിക്കണേ അല്ലാഹ്. പ്രവാചകന്മാർ വിശ്രമിക്കുന്ന, ശുഹദാക്കൾ വിശ്രമിക്കുന്ന മണ്ണാണ് പടച്ചവനെ. ഞങ്ങൾക്ക് ദുആ അല്ലാതെ മറ്റൊന്നുമില്ല പടച്ചവനെ. ആയുധബലവും ആൾബലവും കൊണ്ട് സാധുക്കളുടെ മേൽ അഹങ്കരിക്കുന്നവരെ പടച്ചവനെ നീ ഖാറൂനെ പിടിച്ചു കെട്ടിയതുപോലെ, ഫറോവയെ പിടിച്ചു കെട്ടിയതുപോലെ പിടിച്ചു കെട്ടണേ പടച്ചവനെ. അല്ലാഹുവേ നീ വെറുതെ വിടല്ലേ പടച്ചവനെ. ഈ റമളാനിന്റെ മാസത്തിൽ പോലും സ്വസ്ഥമായി ഉറങ്ങാൻ പോലും പടച്ചവനെ നമസ്കരിക്കാൻ പോലും കഴിയാതെ, ബൈത്തുൽ മുഖദ്ദസിൽ പോയിട്ട് നമസ്കരിക്കാൻ പോലും കഴിയാതെ കഷ്ടപ്പെടുന്നവർ, യാ അല്ലാഹ് ഞങ്ങളെ കൊണ്ടിത് കാണാൻ കഴിവില്ല പടച്ചവനെ. നീ മലിക്കുൽ മുലൂക്കാണ് അല്ലാഹ്, നീ ജബ്ബാറാണ് പടച്ചവനെ, നീ ഖാദിറാണ് പടച്ചവൻ. അല്ലാഹുവേ അഹങ്കാരികൾക്കെല്ലാം ദുനിയാവിൽ വെച്ച് എന്നെ പാഠം കൊടുത്തവൻ നീയാണ് പടച്ചവനെ. അല്ലാഹുവേ നീ പാഠം പഠിപ്പിക്കണേ അല്ലാഹ്. ആ കുരുന്നു മക്കളുടെ കണ്ണുനീര് നീ കരുണയുള്ളവനാണ് പടച്ചവനെ, നീ കാണണേ പടച്ചവനെ, നീ സഹായിക്കണേ പടച്ചവനെ. ഈ റമളാൻ തീരുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊരു സന്തോഷ വാർത്ത നീ അറിയിക്കണേ പടച്ചവൻ. അല്ലാഹുവേ ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളൊക്കെ നീ അവസാനിപ്പിച്ച് സമാധാനവും സന്തോഷവും നീ നൽകണേ പടച്ചവനെ. സമാധാനവും സന്തോഷവും ലോകത്ത് നൽകണേ അല്ലാഹ്. സഹവർത്തിത്വവും സഹിഷ്ണുതയും നീ നൽകണേ പടച്ചവനെ. തമ്മിൽ അടിക്കുകയും അല്ലാഹുവേ രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ഈ റമളാനിന്റെ ബർക്കത്ത് കൊണ്ട് പടച്ചവനെ നീ എല്ലാവരെയും രക്ഷിക്കണേ അല്ലാഹ്, സഹായിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ അല്ലാഹുവേ കഞ്ചാവ് പടച്ചവനെ, കള്ളുകൂടി, മോശമായ സ്വഭാവത്തിൽ നിന്ന് ഞങ്ങളുടെ മക്കളെയൊക്കെ നീ കാത്തു രക്ഷിക്കണേ പടച്ചവനെ. മാതാപിതാക്കൾക്ക് നാളെ ആഖിറത്തിൽ നാണക്കേടുണ്ടാക്കുന്ന പടച്ചവനെ മക്കളെ നീ ഞങ്ങൾക്ക് തരല്ലേ പടച്ചവനെ. അല്ലാഹുവേ ദുർവൃത്തികളിൽ നിന്ന് ഞങ്ങളുടെ ചെറുപ്പക്കാരെയൊക്കെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, നീ സഹായിക്കണേ അല്ലാഹ്. സ്വർഗത്തിന്റെ വഴിയിലേക്ക് അവരെ നീ തിരിച്ചു കൊണ്ടുപോവാ പടച്ചവനെ, അവരെ നീ നന്നാക്കണേ പടച്ചവനെ. ഇസ്സത്ത് തരണേ അല്ലാഹ്, ഇഫ്ഫത്ത് തരണേ അല്ലാഹ്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.